ഒരു ഹോം ഇൻറ്റീരിയറിനെ കുറിച്ച് തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്നതാണ് മോഡുലാർ കിച്ചൺ. എപ്പോഴും നമ്മളൊരു വീടിൻ്റെ ഏറ്റവും ഭംഗി ഇൻറ്റീരിയറിൽ കൊണ്ടുവരാവുന്നത് കിച്ചൺ ഏരിയയിലാണ്. ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ മോഡുലാർ കിച്ചൺ കുറിച്ചാണ് ആദ്യം സംസാരിക്കുക. ഇപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മളെ യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മോഡുലാർ കിച്ചൺ എപ്പോഴാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സംശയമാണ്, മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ സ്ലാബ് വർക്ക് ചെയ്യണോ, ആഫ്റ്റർ കൺസ്ട്രക്ഷൻ നമ്മൾ നാനോ വൈറ്റ് ടോപ്പോ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ടോപ്പോ വെച്ചിട്ട് ചെയ്താൽ മതിയോ, ഏതൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫുള്ളി ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവുന്നതാണ്. എന്താണ് മോഡുലാർ കിച്ചൺ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആക്സസറീസ് ഉണ്ട് കിച്ചണിൽ. ഇതെല്ലാം പ്ലാൻ ചെയ്ത് മൊഡ്യൂൾ ചെയ്ത് ഫിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡുലാർ കിച്ചൺ എന്ന് പറയുന്നത്. മോഡുലാർ കിച്ചൺ തന്നെ നമ്മളെ പ്ലാൻ അനുസരിച്ചിട്ട് നമ്മൾ ഷേപ്പ് പ്രകാരം എൽ ഷേപ്പ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ യു ടൈപ്പിൽ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പാരലൽ കിച്ചൺ, അതുപോലെ തന്നെ ഐലൻഡ് കിച്ചൺ. ഈ ഒരു ഐലൻഡ് കിച്ചൺ ടൈപ്പാണ് ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു 4 കൊല്ലം 3 കൊല്ലം മുന്നേ തന്നെ നമുക്ക് യൂറോപ്യൻ കൺട്രീസിലും ഗൾഫ് കൺട്രീസിലും ഈ ഒരു ഐലൻഡ് കിച്ചൺ നോർമലാണ്. പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 ഇയർ അകത്തായിട്ടുള്ളൂ. ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇത് ഞാൻ ചെയ്ത ഒരു ഐലൻഡ് കിച്ചൺ ഡിസൈനാണ്. ഈ ഐലൻഡ് കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു ബോക്സ് ടൈപ്പ് സ്ലാബ് ചെയ്തതിന് ശേഷം ആ ഒരു ചുറ്റും നിന്ന് കുക്ക് ചെയ്യാവുന്ന തരത്തിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. നമ്മൾ സ്റ്റൗവോ അല്ലെങ്കിൽ സിങ്കോ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു ഐലൻഡ് കിച്ചൺ കൊടുക്കാറ്. ഈ ഒരു ഐലൻഡ് കിച്ചൺ ടൈപ്പ് ചെയ്യുമ്പോൾ മിനിമം ഒരു കിച്ചൻ്റെ സൈസ് 4x3.5 മീറ്റർ എങ്കിലും വേണം. എന്നാലാണ് ഐലൻഡ് കിച്ചൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് വാളിലായിട്ട് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും കബോർഡ് സ്പേസ് എല്ലാം അല്ലെങ്കിൽ ഒരു ചുറ്റും നിന്ന് വർക്ക് ചെയ്യാനുള്ള വർക്കിംഗ് സ്പേസ് എല്ലാം കിട്ടുകയുള്ളൂ. മെയിനായിട്ട് നമ്മൾ കിച്ചൺ എല്ലാം ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം നോക്കാറ് ഒരു വർക്കിംഗ് ട്രയാങ്കിൾ എന്ന് പറയും. അതായത് ലെഫ്റ്റ് സൈഡാണ് നമ്മൾ സ്റ്റൗ വരുന്നതെങ്കിൽ നമുക്ക് നേർഭാഗത്ത് സിങ്കും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഫ്രിഡ്ജും സെറ്റ് ചെയ്യാവുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു വർക്കിംഗ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്നവർക്കും ഏറ്റവും ഈസി ആയിട്ട് തന്നെ ആക്സസ് എല്ലാം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കിച്ചൻ്റെ ഹൈറ്റ്. ഇപ്പോൾ നമ്മൾ സ്ലാബ് എല്ലാം യൂസ് ചെയ്യാതെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കിച്ചൺ സ്റ്റാർട്ട് ചെയ്യാറ്. അതായത് കൺസ്ട്രക്ഷൻ സമയത്ത് നമുക്കൊരു നോർമൽ റൂം പോലെ തന്നെ സ്ലാബ് ഒന്നും ചെയ്യാതെ തന്നെയാണ് വെക്കാറ്. മെയിനായിട്ട് നമ്മളുടെ ഹൈറ്റ് വരുന്നത് നോർമൽ ഗ്രൗണ്ട് ലെവലിൽ വരുന്ന യൂണിറ്റുകളുടെ നമ്മൾ ബേസ് യൂണിറ്റും പിന്നെ ടോപ്പിൽ വരുന്ന യൂണിറ്റിനെ നമ്മൾ ഓവർ ഹെഡ് യൂണിറ്റും അതിൻ്റെ ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ വരുന്നതിന് നമുക്ക് ലോഫ്റ്റ് എന്നും പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഈ ഒരു ബേസ് യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്ലാബ് ഹൈറ്റ് കറക്റ്റായിട്ട് നോക്കണം. അപ്പോൾ നമ്മൾ നോർമലി സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കാറ് ഒരു 85 to 90 സെൻറ്റിമീറ്റർ ആണ് കൊടുക്കാറ്. നോർമലി ചില ക്ലയൻസ് പറയാറുണ്ട് ഞങ്ങൾ ഇത്തിരി ഹൈറ്റ് കുറവാണ്, അതായത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യം ഹൈറ്റ് കുറവാണെങ്കിൽ നമുക്കൊരു 75 സെൻറ്റിമീറ്ററോളം നമുക്ക് ഹൈറ്റ് കുറച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഏറ്റവും നല്ലത് ആരാണ് കൂടുതൽ കിച്ചൺ യൂസ് ചെയ്യുന്നതെങ്കിൽ വന്ന് നിന്ന് നോക്കി നമുക്ക് ഏറ്റവും കുറവ് ഹൈറ്റാണ് വേണ്ടുള്ളൂവെങ്കിൽ നമുക്കൊരു 75 സെൻറ്റിമീറ്റർ എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ 90 സെൻറ്റിമീറ്ററിലെ ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളും ഉണ്ടാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് നമ്മളെപ്പോഴും നോർമൽ പഴയ ടൈപ്പിലെല്ലാം കിച്ചൺ നൽകുമ്പോൾ നമ്മൾ 2x10 ഹൈറ്റ് ലിൻഡൽ ഹൈറ്റിൽ നിന്ന് താഴോട്ട്, അതായത് 2x10 താഴോട്ട് വലിയ വിൻഡോ, അതായത് 1 മീറ്റർ ഹൈറ്റുള്ള വിൻഡോ ആണ് നൽകാറ്. ഈ ഒരു ടൈപ്പ് വിൻഡോ നൽകി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓവർ ഹെഡ് യൂണിറ്റ് അല്ലെങ്കിൽ കബോർഡ് എല്ലാം കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ കിച്ചൺ ചെറുതാണെങ്കിൽ നമുക്ക് കബോർഡ് സ്പേസ് ഏറ്റവും കുറവാണ് ലഭിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പുതിയ ടൈപ്പാണ് ഇപ്പോൾ കുറച്ച് കാലമായി പുറത്തെല്ലാം യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഓവർ ഹെഡ് യൂണിറ്റ് ഒരു 50 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ 210 ഹൈറ്റിൽ നിന്ന് 50 സെൻറ്റിമീറ്റർ താഴോട്ട് ഓവർ ഹെഡ് യൂണിറ്റ് എടുത്ത് അതിൻ്റെ താഴെ ഒരു 50 to 55 സെൻറ്റിമീറ്റർ വിഡ്ത്തോട് കൂടി ലെങ്ത്ത് നമ്മളെ കിച്ചൺ അനുസരിച്ച് എത്ര വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ ഫുൾ ലെങ്ത്തിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കിച്ചണിൽ കൂടുതൽ ഓവർ ഹെഡ് യൂണിറ്റ് സ്ഥലം കിട്ടുകയും ചെയ്യും. എന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല എയർ പാസിങ്ങും ലഭിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ കിച്ചൻ്റെ ഒരു ആംബിയൻ്റ് തന്നെ ഒരു മോഡേൺ കിച്ചൺ ടൈപ്പിലോട്ട് കൺവേർട്ട് ആവുന്നതാണ്. അതുപോലെ തന്നെ ഓവർ ഹെഡ് യൂണിറ്റിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ഒരു 50 സെൻറ്റിമീറ്റർ ഹൈറ്റിന് ഒരു ലോഫ്റ്റ് യൂണിറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കബോർഡ് സ്പേസ് തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നതാണ് ഈ ഒരു മോഡേൺ കിച്ചൺ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് എല്ലാം പറഞ്ഞു, നാനോ വൈറ്റ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നാനോ വൈറ്റ് ഡബിൾ ചെയ്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രാനൈറ്റ് ടോപ്പ് യൂസ് ചെയ്യാം പഴയ ടൈപ്പ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് മാർബിൾ ഫിനിഷ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നതാണ് നമുക്ക് കിച്ചൺ കബോർഡ് യൂണിറ്റിൻ്റെ
മെറ്റീരിയൽസ്. നമുക്ക് വരുന്ന മെറ്റീരിയൽ പ്ലൈവുഡ് യൂസ് ചെയ്യാം, മറൈൻ പ്ലൈ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷനിൽ യൂസ് ചെയ്യാം, അതുപോലെ ഗ്ലാസ് ടൈപ്പ് എല്ലാം ഇപ്പോൾ പുതിയ ടൈപ്പ് വരുന്നുണ്ട്, പ്യുവർ ഗ്ലാസ് ടൈപ്പ്, അതെല്ലാം യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഭംഗിയും കിട്ടുന്നത് നമുക്ക് പ്ലൈ അല്ലെങ്കിൽ മറൈൻ പ്ലൈ യൂസ് ചെയ്തിട്ട് മൈക്ക ഷീറ്റ് ഒട്ടിച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫിനിഷിങ് കിട്ടുന്നത്. പക്ഷേ അതൊരു ഈ പറഞ്ഞ പോലെ ഒരു കാലപ്പഴക്കം അല്ലെങ്കിൽ നമ്മൾ വെള്ളമെല്ലാം യൂസ് ചെയ്യാവുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ഡാമേജ് വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഒരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 3 കൊല്ലത്തിനുള്ളിൽ എത്ര നല്ല ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്താലും ഈ മൈക്ക ഷീറ്റ് അത് വന്ന് പെറിഞ്ഞു പോരും. അപ്പോൾ ഏറ്റവും ഭംഗിയല്ലാതെ നോർമൽ അത്യാവശ്യം ഭംഗിയോട് കൂടി തന്നെ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ടൈപ്പിൽ നമുക്ക് അലുമിനിയം PVC ഷീറ്റ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഏകദേശം ഹാഫ് ആണ് വരുന്നുള്ളൂ പ്ലൈവുഡ് അല്ലെങ്കിൽ മറൈൻ പ്ലൈ യൂസ് ചെയ്യുന്നതിനേക്കാളും. അതുപോലെ തന്നെ ഒരു 10 കൊല്ലം 15 കൊല്ലം യൂസ് ചെയ്ത് കഴിഞ്ഞാലോ റഫ് യൂസ് അല്ലെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു PVC ഷീറ്റ് അല്ലെങ്കിൽ ഗ്ലാസ് ടൈപ്പ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ വരുന്നില്ല. പിന്നെ നമുക്ക് അടുത്തത് പറയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ആക്സസറീസ്. ഈ ഒരു ആക്സസറീസ് മൊഡ്യൂൾ ചെയ്ത് വെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് വെക്കുമ്പോഴാണ് ഒരു കിച്ചൺ നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയും അതുപോലെ തന്നെ യൂസബിളും ആവുന്നത്. ഈ ഒരു കിച്ചൺ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വർക്കിംഗ് ട്രയാങ്കിൾ, അതായത് സ്റ്റൗവ്, സിങ്ക്, ഫ്രിഡ്ജ്, ഈ മൂന്നിൻ്റെയും പൊസിഷൻസ് നമ്മളൊരു വർക്കിംഗ് ട്രയാങ്കിൾ ആയിട്ട് മാക്സിമം വയ്ക്കാൻ വേണ്ടി നോക്കുക. ഒരു L ടൈപ്പ് എല്ലാം ആണെങ്കിൽ നമുക്കത് പറ്റില്ല, പക്ഷെ ആ ഒരു ടൈപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോഴെല്ലാം ഈസി ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ എല്ലാവരും കൊടുക്കാറുള്ള ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ടൈപ്പ് ഒരു ടോൾ യൂണിറ്റ്. ഈ ഒരു ടോൾ യൂണിറ്റ് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ചെറിയ കുപ്പി കാര്യങ്ങളെല്ലാം വെക്കാവുന്നതാണ്. ഇപ്പോൾ മസാലപ്പൊടികളെല്ലാം നമുക്ക് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനെല്ലാം ഈസി ആയിട്ട് ഈ ഒരു ടൈപ്പിൽ ചെയ്യുന്നതാണ്. ഒരു ടോൾ യൂണിറ്റ് ചെയ്യുന്നത് ഏറ്റവും അത്യാവശ്യമായ കാര്യം തന്നെയാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് നമ്മളിപ്പോൾ എല്ലാ വീടുകളിലും ഏകദേശം നമ്മൾ സോളാറെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിഷ് വാഷ് എപ്പോഴും ഇപ്പോൾ ഒരു പൊസിഷൻ അതിനു വേണ്ടി കാണാവുന്നതാണ്. അപ്പോൾ ഈ കബോർഡ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഹൈറ്റും കാര്യങ്ങളും നോക്കി അല്ലെങ്കിൽ ഈ ഒരു സിങ്കിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഡിഷ് വാഷിൻ്റെയും പൊസിഷൻ കാണേണ്ടതാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലെല്ലാം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സിങ്കാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ഒരു സിങ്ക് വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു പ്രഷർ പമ്പ് കൂടി യൂസ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെൻ്റ് എല്ലാം കണ്ട് ഇത് പർച്ചേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം പ്രഷർ കിട്ടില്ല. അപ്പോൾ കിട്ടാതെ ആവുമ്പോൾ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റാതെ പോകുന്നതാണ്. ഈ ഒരു സിങ്കിന് മിനിമം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതിന് ഒരു 20,000 എബവ് ഉണ്ട്. ഇപ്പോൾ ഒരു 10-12,000 രൂപ മുതൽ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഈ ഒരു സിങ്ക് യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു പ്രഷർ പമ്പ് കൂടി വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് പോയാൽ ഇതിൻ്റെ പ്രഷർ ഓട്ടോമാറ്റിക്കായിട്ട് കുറവാകും. അപ്പോൾ ഒരു ഇൻവെർട്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. നെക്സ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു റെഫ്രിജറേറ്റർ. ഇപ്പോൾ പല ടൈപ്പ് ഡബിൾ ഡോർ അടക്കമുള്ള റെഫ്രിജറേറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂളെല്ലാം വെച്ച് കഴിഞ്ഞ് പിന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ഫിറ്റ് ആവാതെ വരിക, അല്ലെങ്കിൽ ഇപ്പോൾ പല ടൈപ്പ് ഉണ്ട്, മൊഡ്യൂളിൽ തന്നെ ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഏത് ഫ്രിഡ്ജാണ് പർച്ചേസ് ചെയ്യുന്നതിന് ഈ ഒരു മൊഡ്യൂൾ വെക്കുന്നതിന് മുമ്പ് തന്നെ ഫിക്സ് ചെയ്ത് ഷോപ്പിൽ പോയിട്ട് അതിൻ്റെ അളവ് എടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു മൊഡ്യൂൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഫിറ്റ് ആവാതെ വരിക, അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതി വരാറുണ്ട്. പിന്നീട് ഏറ്റവും മെയിനായിട്ട് വരുന്നതാണ് നമ്മളൊരു കളർ ടൈപ്പ്. ഇപ്പോൾ നമ്മൾ ബ്രോഷറെല്ലാം കണ്ടിട്ട് ഈ ഒരു കളർ ടൈപ്പ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത്രയും ഭംഗി കിട്ടാറില്ല. ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മളൊരു ബേസ് യൂണിറ്റിന് ഒരു കളറും അതുപോലെ തന്നെ ലോഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിലത്തെ ഒരു കളറും ഈ ഒരു 2 കളറും സെയിം ആക്കിയിട്ട് ഈ ഒരു നടുവിലത്തെ കളർ വൈറ്റോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ കാണാനും അത്യാവശ്യം എടുത്ത് കാണിക്കുകയും ചെയ്യും, ഭംഗി ഉണ്ടാവുകയും ചെയ്യും. ഇതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എപ്പോഴും കളർ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു കളറിലുള്ള കിച്ചൺ ചെയ്തത് കണ്ടതിന് ശേഷം മാത്രം നമ്മളുടെ ഈ ഒരു കിച്ചണിൽ അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ വീഡിയോ അത്യാവശ്യം കോൺട്രാസ്റ്റ് കയറി കഴിഞ്ഞ് കാണുമ്പോൾ ഭംഗിയുള്ള കളറ് ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളർ ടൈപ്പ് കിട്ടണമെന്നില്ല. അപ്പോൾ എപ്പോഴും നെക്സ്റ്റ് കളർ ടൈപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു നടുക്കത്തെ ടൈല് വരെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കളർ തീമിലായാൽ മാത്രമാണ് ആ ഒരു കിച്ചൺ അത്യാവശ്യം ഭംഗിയുള്ള കിച്ചൺ തന്നെ ആവുകയുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് നോക്കേണ്ടതാണ് ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിഷ് വാഷ്, അതുപോലെ തന്നെ നമ്മളൊരു മിക്സി, ഗ്രൈൻഡർ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്ന ടൈപ്പ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ് കറക്റ്റായിട്ട് എവിടെയാണ് പൊസിഷൻ വരുന്നത് കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ ഫിക്സ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഒരു കിച്ചൺ ഹുഡ്
അതായത് സ്റ്റൗവിൻ്റെ ടോപ്പിൽ വെക്കുന്നത്, അതിൻ്റെ ഇപ്പോൾ എക്സോസ്റ്റ് ഫാൻ പോണ പോയിൻ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റൗ അടക്കം നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാവുന്ന ടൈപ്പാണ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റൗവിൽ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ടൈപ്പാണ് സ്റ്റൗ വരിക. അപ്പോൾ അതിൻ്റെ പോയിൻ്റ്, അങ്ങനെ എല്ലാ പോയിൻറ്റ്സും കറക്റ്റായിട്ട് നോക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഓവർ ഹെഡ് യൂണിറ്റിൻ്റെ താഴെയായിട്ട് ഇതുപോലെ സ്ട്രിപ്പ് ലൈറ്റ് എല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സ്ട്രിപ്പ് ലൈറ്റിന് വേണ്ട പോയിൻ്റ്, അപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിംഗ് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രിക്കൽ പോയിൻ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്ലാൻ വരയുമ്പോൾ തന്നെ നമ്മൾ കിച്ചൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ പോയിൻ്റ് എല്ലാം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് കിച്ചൺ എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൗണ്ടർ യൂണിറ്റിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു 10 സെൻറ്റിമീറ്റർ അകത്തോട്ട് കൺസീൽഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യാറ്. ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ആ ഒരു കാര്യങ്ങൾ വെക്കുമ്പോൾ യൂസ് ചെയ്യാവുന്നതിനും, അതുപോലെ തന്നെ അടിഭാഗത്ത് ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റ് എല്ലാം നൽകി കഴിഞ്ഞാൽ കിച്ചൺ ഒരു നല്ല ഭംഗിയും ഒരു ലൈറ്റിങ്ങും അത്യാവശ്യം മനോഹരമായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. പിന്നീട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് ഒരു മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റ്. ഏറ്റവും ലോ ബഡ്ജറ്റായിട്ട് ചെയ്യാവുന്ന ടൈപ്പാണ് ഫെറോ സിമെൻറ്റ് ടൈപ്പ്. ഫെറോ സിമെൻറ്റിൽ ചെയ്ത് നമുക്ക് ഡോർസ് കാര്യങ്ങളെല്ലാം അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ തൊട്ട് ടോപ്പിൽ വരുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ. പിന്നീട് വരുന്നതാണ് അലുമിനിയം ഫാബ്രിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് PVC ഷീറ്റ് യൂസ് ചെയ്തിട്ടുള്ള കിച്ചൺ. അതിൻ്റെയും ടോപ്പിലേക്കാണ് പ്ലൈവുഡ് അല്ലെങ്കിൽ മറൈൻ പ്ലൈ യൂസ് ചെയ്തിട്ട് മൈക്ക ഷീറ്റ് യൂസ് ചെയ്തിട്ടുള്ള കിച്ചൺ വരുന്നത്. ഏറ്റവും ഭംഗി വരുന്നത് എപ്പോഴും പ്ലൈവുഡ് അല്ലെങ്കിൽ മറൈൻ പ്ലൈ യൂസ് ചെയ്ത് മൈക്ക ഷീറ്റ് ഒട്ടിച്ചുള്ള കിച്ചൺ തന്നെയാണ്. പക്ഷേ ആ ഒരു ലൈഫ് സ്പാൻ അതിന് ഏറ്റവും കുറവാണ്. ഏറ്റവും ബഡ്ജറ്റായിട്ട് വരുന്ന ഈ പറഞ്ഞ പോലെയുള്ള ഫെറോ സിമെൻറ്റിൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫുള്ളി അലുമിനിയം ഫാബ്രിക്കേഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബഡ്ജറ്റും അതുപോലെ തന്നെ ലൈഫ് സ്പാനും കിട്ടുന്നതായിട്ടുള്ള ഒരു കിച്ചൺ. നോർമലി ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫെറോ സിമെൻ്റ് എല്ലാം യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കൊരു 600 പെർ സ്ക്വയർ ഫീറ്റാണ് വരാറ്. അതുപോലെ തന്നെ നമുക്കൊരു അലുമിനിയം ഫാബ്രിക്കേഷനെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഒരു 1000-1100 അത്യാവശ്യം ക്വാളിറ്റിയോട് കൂടി തന്നെ ചെയ്യുമ്പോൾ ഈ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റാണ് വരാറ്. അതുപോലെ തന്നെ നമ്മൾ പ്ലൈവുഡ് അല്ലെങ്കിൽ മറൈൻ പ്ലൈ വിത്ത് മൈക്ക ഷീറ്റ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ വരുന്നത് 2000 പെർ സ്ക്വയർ ഫീറ്റാണ് വരാറ്. ഈ ഒരു കിച്ചൻ്റെ സ്ക്വയർ ഫീറ്റ് എപ്പോഴും അളക്കുമ്പോൾ നമ്മൾ കബോർഡിൻ്റെ റണ്ണിങ് ലെങ്ത്താണ് അളക്കാറ്. അതായത് ടോട്ടൽ കബോർഡ് എത്ര റണ്ണിങ് ലെങ്ത് പോകുന്നു, അതുപോലെ തന്നെ ഹൈറ്റും അതിൻ്റെ വിഡ്ത്തും അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ടോട്ടൽ ഏരിയ നോക്കാറ്. അത് വെച്ചിട്ടാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതുപോലത്തെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം നമ്മുടെ ചാനലിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ ദിവസേന നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ഏറ്റവും കുറഞ്ഞ ചിലവിൽ ചെയ്യണമെങ്കിൽ, ഇതുപോലത്തെ ഇൻറ്റീരിയർ ഡിസൈൻ വർക്കെല്ലാം ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്.